Hi everyone, welcome to another weekly market analysis video. So this is Anant and welcome to Stock Market Kerala. So നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു വീക്ക് അത്യാവശ്യം ഒരു ചോപ്പി ആക്ഷനാണ് നമുക്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് തന്നിട്ടുള്ളത്. ആൻഡ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീക്ക് ഹൈയുടെ മുകളിൽ നിഫ്റ്റി ഈ ഒരു വീക്ക് ക്ലോസിംഗ് തന്നിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു നല്ല ബൈ റാലിക്ക് ചെറിയ രീതിക്കുള്ള ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ആഴ്ചകളായിട്ട് നിഫ്റ്റി അവിടെ കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ലൊരു റിജക്ഷൻ തന്നിരുന്നു. എന്നിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും, സെൽ ഓഫാണ്, വീണ്ടും ഗ്യാപ്പ് അപ്പ്. ചൊവ്വാഴ്ച മാത്രമാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റും കണ്ടത്. ബാക്കി എല്ലാ കേസുകളിലും ഗ്യാപ്പ് അപ്പാണ്, ഡൗൺ സൈഡ് സെൽ ഓഫ്, വീണ്ടും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഡൗൺ സൈഡ് സെൽ ഓഫ്. സോ നിഫ്റ്റി ആ ഒരു ഓൾ ടൈം ഹൈയുടെ അവിടെ അധികം സസ്റ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതായത് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മേ ബി 4-5-6 ഡേയ്സ് ആയിട്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ല രീതിക്കുള്ള റിജക്ഷൻ നിഫ്റ്റി അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഡോ ജോൺസ് നോക്കുകയാണ്. ഡോ ജോൺസ് നമ്മൾ ഇൻഡെക്സ് വേർ നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് അത്യാവശ്യം ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ചെറുതായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അവിടെ തന്നെ ഓൾ ടൈം ഹൈയിൽ അവിടുന്ന് നമുക്ക് ഡോ ജോൺസിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് റിജക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നിഫ്റ്റിയിൽ 64 പോയിൻറ്റ്സ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1.38% ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഈ ഒരു വീക്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് സെൽ ഓഫ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ഫീലിങ്സ് ആണെന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അവിടെ കാണിക്കുന്നത്. സോ നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ബേസിക്കായ സിമ്പിൾ ലെവൽസാണ്. അതായത് 22,000, സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ 22,008 എന്ന് പറയുന്ന ആ ഒരു ലെവൽ, നമ്മുടെ കറണ്ട് ഡേ ലോ 21,624, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ 21,801 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ. ഓക്കെ, സോ ഒരു അവർലി ടൈം ഫ്രെയിമിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇൻഡെപ്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യും, ഈ ലെവൽസ് നമുക്ക് മാറ്റാം. ഓക്കെ, ഈ ലെവൽസിന് പകരം നമുക്ക് എന്ത് ചെയ്യും, അവിടെ സോണ് വരച്ചിട്ട് ലെവൽസ് കട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ഏരിയ ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഒരു ലെവലായിട്ട് ഈ ഒരു ഏരിയ, അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ഒരു ഇത് വളരെ ഈ ഒരു ലെവല് അത്യാവശ്യം നല്ല ടച്ച് പോയിൻറ്റ്സും ഉണ്ട്. കുറച്ചും കൂടി ഒരു ക്ലിയർ കട്ട് ലെവലാണ് നമ്മുടെ ഈ ഒരു പോയിൻറ്റ്. അതായത് 21,645ഉം 21,657ഉം ഈ ഒരു പോയിൻറ്റ് വരുന്നത്. ആൻഡ് അതിൻ്റെ താഴത്തെ ബേസായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന നെക്സ്റ്റ് ഒരു ലെവലാണ് 21,430ഉം 456 എന്ന് പറയുന്ന ഈ 2 പോയിൻറ്റ്സ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ അത്യാവശ്യം നമ്മളെ വളരെ പ്രൊബബിൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയിൽ വളരെ നല്ല രീതിക്കുള്ള നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസാണ് നമുക്ക് കറൻ്റ്ലി നിഫ്റ്റിയിലുള്ളത്. ആൻഡ് നമുക്ക് ഈ ഒരു ലെവലിൽ ചെറിയ സ്കാൽപ്പ് ലെവൽ പോലെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് സോണായിട്ട് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ലെവലായിട്ട് മതി. നമ്മൾ അതിൽ നിന്ന് 22,051 നമ്മൾ ഒരിക്കലും ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലെവലല്ല. എങ്ങനെയെങ്കിലും മാർക്കറ്റ് ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ കുഞ്ഞ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ 22,051 എന്ന് പറയുന്ന ആ ലെവലിൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യില്ല, നമ്മൾ ട്രേഡ്സ് അങ്ങനെ ആ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്യില്ല. സോ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒരു ലെവലാണെങ്കിൽ ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി എന്ത് ചെയ്യും, നല്ലൊരു സോണായിട്ടുള്ള ലെവലുകളിൽ നിന്ന് ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു സോൺ, സ്റ്റോപ്പ് ലോസ് കുറവുള്ള നല്ലൊരു സോൺ, അതുപോലെ തന്നെ നല്ല ടച്ച് പോയിൻറ്റുകളുള്ള സോൺ. ഓക്കെ, വളരെ നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടച്ച് പോയിൻറ്റ്സ് ഉള്ള സോണുകളിൽ നിന്ന് നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ നിഫ്റ്റിയിൽ
നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഭയങ്കര ചോപ്പി ആക്ഷൻസ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. അപ്സൈഡിലേക്ക് അങ്ങനെ പവർഫുൾ മൂവ് നമ്മൾ ജസ്റ്റ് വെള്ളിയാഴ്ച മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ചോപ്പി ആക്ഷനും ഒരു സ്ലോ മൂവ്മെൻ്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേഞ്ചിങ് ആണ്. മാർക്കറ്റ് ഇത്രത്തോളം ചോപ്പി ആയതുകൊണ്ട് തന്നെ, അതായത് മാർക്കറ്റ് സംഭവം കൺസോളിഡേഷനാണ്, പക്ഷേ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന റേഞ്ച് വളരെ വലുതാണ്. അതായത് ഓൾമോസ്റ്റ് 21,600-ഉം 22,000-ന് ഇടയിലാണെന്ത് മാർക്കറ്റ് കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ അനുസരിച്ചിട്ടാണെന്ത് ഓപ്പൺ ഇൻട്രസ്റ്റിലും ഏകദേശം ആ ഒരു സെയിം രീതിക്കുള്ള ഒരു നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ നോർമലി ഒരു 300 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 200 പോയിൻറ്റ്സിനിടയിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള റേഞ്ച് കിട്ടുമായിരുന്നു. ബട്ട് ഇന്നത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 22,000-ഉം 21,500-ഉം ഒരു 500 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് അവിടെ ഉള്ളത്. സോ വരും വീക്കുകളിൽ എന്താണ് മാർക്കറ്റിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ബൈയിങ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 786 പോയിൻ്റ് ആണ്, അറൗണ്ട് 223 ആൻഡ് 500 എന്ന് പറയുമ്പം അതെ. സോ മാർക്കറ്റിൽ അത്യാവശ്യം വലിയ റേഞ്ച് ആയതുകൊണ്ട് തന്നെ എന്താണ് മാർക്കറ്റ് നല്ല രീതിക്ക് ചോപ്പി ആക്ഷൻ ഈ ഒരു വീക്ക് തരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഡയറക്ഷണൽ മൂവ്മെൻറ്റിനുള്ള സാധ്യത ഐ തിങ്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷണൽ മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സ്ലോ ഫേസ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് അനുസരിച്ച്. ഓക്കെ, ആൻഡ് OI നമുക്ക് അങ്ങനെ വലുതായിട്ട് നമുക്ക് ഡേറ്റകളോ കാര്യങ്ങളൊന്നുമില്ല. PCR 0.8 ആണ്. പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും തമ്മിൽ വലിയ ഡിഫറൻസോ കാര്യങ്ങളോ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ 44,424, അതുപോലെ ഈ ഒരു ലെവൽ 44,855 ആൻഡ് 46,174, ഈ രണ്ട് ലെവൽസ്. ഓക്കെ, ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലിയിലേക്ക് നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ഈ ഒരു പോയിൻ്റ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ഇത്രയും ലെവൽസ്. ആൻഡ് അവർലി ചെന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളതിനെ സോണിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ലെവൽ, ഈ ഒരു സോൺ, ആൻഡ് നമ്മുടെ ഒരു നെക്സ്റ്റ് സോണായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ 45,487-ഉം 45,530 എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ഒരു ലെവലായിട്ട് അത് പക്ക ഒരു ലെവലാണത്, കറക്റ്റ് ഒരു പോയിൻ്റാണത് 46,054 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ്. 46,068 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ്. ഓക്കെ, നമുക്ക് കറക്റ്റ് അത് 46,068 ഭയങ്കര ആക്യുറേറ്റ് ലെവലാണ്. നമുക്ക് ഫോർ ദ സേക്ക് നമുക്ക് നല്ല സ്റ്റോപ്പ് ലോസിനൊക്കെ ട്രേഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോണുകൾ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ആൻഡ് നമ്മൾ അപ്സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിന് നമുക്ക് ഈ ഒരു സോണിന് അധികം ഒരു വാലിഡിറ്റി നമുക്കതിനെ കൊടുക്കേണ്ട. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ടാർജറ്റ്സ് ആയിട്ട് അപ്സൈഡിലേക്ക് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ടാർജറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് പോയിന്റുകൾ കൺസിഡർ ചെയ്താൽ മതി. 46,300-ഉം 46,751-ഉം ഇത്രയും ലെവലുകൾ. ഓക്കെ, നിഫ്റ്റിയിലുള്ള അത്രത്തോളം ബൈയിങ് ഇൻ ദ സെൻസ് നിൽക്കുന്ന പൊസിഷൻ, അതായത് നിഫ്റ്റി ഇപ്പം നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം നിൽക്കുന്ന പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 1.47% ആണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 6% ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി. നോർമലി ഓൾ ടൈം ഹൈയുടെ കേസുകളിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സിമിലർ മൂവ്മെൻ്റ് ഒക്കെ തരികയാണെങ്കിൽ നിഫ്റ്റി നല്ല രീതിക്ക് എന്താണ് ഒരു ബുള്ളിഷ് ഫേസ് ഒക്കെ നമുക്ക് കാണേണ്ടതാണ്. നമ്മളതുപോലെ IT സെക്ടറിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് കൂടി ചെക്ക് ചെയ്യാം. IT സെക്ടർ റിക്കവറിങ് ഫേസിലാണ് ആൻഡ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം IT സെക്ടർ 2.89% താഴെയാണ്.
TCS ഒക്കെ വളരെ നല്ല മൂവ്മെൻറ്റുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നുകൊണ്ടിരുന്നത്. ആൻഡ് നിഫ്റ്റിയിലെ നമ്മുടെ ഇപ്പം ലെവൽസ് ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യുകയാണെങ്കിൽ 22,051, അതുപോലെ 22,011 ആൻഡ് 20, ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് 800ഉം 820. നമുക്ക് ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 21,959 ഒരു നല്ലൊരു ടാർജറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോറി. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സെൽ ഓഫ് നടന്നിട്ട് ബാങ്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രേഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ബിക്കോസ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലെവൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ലെവലാണ്. കാരണം നല്ല രീതിക്ക് ടച്ച് പോയിൻ്റ് കാര്യങ്ങൾ റീടെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കിടിലമായിട്ടുള്ള ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് മിഡ് ക്യാപ്പിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സ്മോൾ ക്യാപ്പിൻ്റെ പോയേക്കുന്ന ആ ഒരു പാറ്റേൺ കണ്ടോ, ഒരു അത്യാവശ്യം പയ്യെ കുറേ നാളത്ത് മൂവ് ചെയ്യും, ഒരൊറ്റ സെൽ ഓഫ്, എന്നിട്ട് വീണ്ടും പയ്യെ മൂവ് ചെയ്യും, അത്യാവശ്യം സെൽ ഓഫ് ചെയ്യും, വീണ്ടും പയ്യെ മൂവ്മെൻറ്റ് സെൽ ഓഫ് ഉണ്ട്, വീണ്ടും മൂവ്മെൻറ്റ് സെൽ ഓഫ്, വീണ്ടും മൂവ്മെൻറ്റ് സെൽ ഓഫ്, വീണ്ടും മൂവ്മെൻറ്റ് സെൽ ഓഫ്. അതായത് വരും ദിവസങ്ങളിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾക്ക് അത്യാവശ്യം എന്താണ് ബുള്ളിഷ് സൈഡിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ സെൽ ഓഫ് ഉണ്ട്, ഇവിടെയും സെൽ ഓഫ് ഉണ്ട്, ഇവിടെ സെയിം രീതിക്കുള്ളൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര ഒരു സെൽ ഓഫ് ഉണ്ടായിട്ട് കൂടി അത്യാവശ്യം ഒരു ചെറിയ ബുള്ളിഷ് ഫേസിലാണെന്ത് മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ചെറിയ രീതിക്കുള്ള ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് ഈ ഒരു വീക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് പോവുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് എടുക്കാൻ കാരണം നല്ല രീതിക്കുള്ള ഒരു പാറ്റേൺ ആക്സിസ് ബാങ്കിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്കുള്ള പാറ്റേൺ നമുക്ക് ആക്സിസ് ബാങ്കിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ അത്യാവശ്യം എന്താണ് ആക്സിസ് ബാങ്ക് നമ്മുടെ ഈ ഒരു 1053 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 1067 വരെ നമുക്കൊരു സിമ്പിൾ ടാർജറ്റ് നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആക്സിസ് ബാങ്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടാർജറ്റായിട്ട് അറൗണ്ട് നമുക്കൊരു 1042ഉം ഒരു സെക്കൻഡ് ടാർജറ്റായിട്ട് 1031ഉം നമുക്ക് ആക്സിസ് ബാങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇത് ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം നോക്കുക, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് എടുത്തത്, എന്തുകൊണ്ടാണ് ഈ ഒരു അനാലിസിസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഈച്ചർ മോട്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈച്ചർ മോട്ടേഴ്സിൽ ഇതിൻ്റെ സ്ട്രക്ചർ വളരെ അടിപൊളിയാണ്. ഈച്ചർ മോട്ടേഴ്സിൽ അതായത് നമ്മൾ നോക്കുമ്പം അറൗണ്ട് കണ്ടോ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ആണോ, അല്ല ഫേക്ക് ബ്രേക്കൗട്ട് അല്ല, അത്യാവശ്യം എന്താണ് ആ ഒരു സ്വിങ് ലോ, മാർക്കറ്റ് സ്വിങ് ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴേക്ക് സപ്പോർട്ട് എടുത്തു, വീണ്ടും വന്നെന്താണ് ഒരു റീടെസ്റ്റ് തന്നിട്ടാണെന്ത് ഈച്ചർ മോട്ടേഴ്സ് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത്. സോ ഈച്ചർ മോട്ടേഴ്സ് നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റം നമുക്ക് ഈച്ചർ മോട്ടേഴ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ഇൻട്രാഡേ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈച്ചർ മോട്ടേഴ്സിൽ ഇവിടെ ഈ ഒരു ലെവൽ മാർക്കറ്റ് അത് 3847 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ഈച്ചർ മോട്ടേഴ്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് 3906 നമുക്ക് 3906 വേണ്ട, അറൗണ്ട് 3900 മതി. ഓക്കെ, അറൗണ്ട് 3900 ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഏകദേശം 1:4 വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈച്ചർ മോട്ടേഴ്സിൽ ഒരു അപ്സൈഡ് ട്രേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം എന്തുണ്ട് ആ ഒരു ഏരിയയിൽ കിടന്ന് ഈച്ചർ മോട്ടേഴ്സ് ഒന്ന് കൺസോളിഡേഷനും കൂടി നടക്കുന്നുണ്ട്. അതായത് ഒരു ബ്രേക്കൗട്ടിന് മുമ്പ് ഒരു ബിൽട്ടപ്പ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. കണ്ട സെയിം രീതിക്കാണ് ഇവിടെ നിൽക്കുന്നത് ഈച്ചർ മോട്ടേഴ്സ്. കാരണം ഇവിടെ ആ ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വന്നത്, വീണ്ടും ഇവിടെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈച്ചർ മോട്ടേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടി സി എസിൽ പാറ്റേൺ ബ്രേക്കൗട്ടാണ്, അത്
മിക്കവാറും ഈ ഒരു ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം കുറച്ചും കൂടി ഒരു കൺസോൾട്ടേഷനൊക്കെ 50 മിനിറ്റ് ആണല്ലേ. ഓക്കെ, അപ്പം ചോപ്പി ആക്ഷനിലേക്ക് പോകാതെ എന്നൊരു ക്ലീൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, TCS അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. ഞാൻ അധികം പ്രോബിലിറ്റി കൊടുക്കില്ല കേട്ടോ അതിന്, നമുക്ക് ഒഴിവാക്കാം. ടെക് മഹേന്ദ്ര വേണ്ട, നമുക്കത് ഒഴിവാക്കാം. അത് ACC ACCയിൽ നമുക്കെന്തുണ്ട്, അത്യാവശ്യം ഒരു റേഞ്ച് ബൗണ്ടാണ്, 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ജസ്റ്റ് എന്നത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ റേഞ്ച് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ തുറന്നു. എന്നിട്ട് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സോൺ വേണമെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ ഒരു സോൺ വെറുതെ നമുക്ക് ജസ്റ്റ് ആ ഒരു സോൺ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു സോൺ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തു, ഒരു റീടെസ്റ്റ് അടിച്ചു, എന്ത് ചെയ്യുക, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഇവിടം വരെ നമുക്കൊരു ചെറിയ ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നുള്ളൂ. ACC എന്ന് പറയുന്ന സ്റ്റോക്കിൽ വളരെ സിമ്പിൾ ലോജിക്കാണ്. ജസ്റ്റ് എന്താണ് റേഞ്ച് ക്രിയേറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് അത്യാവശ്യം ഒരു ചോപ്പി ആക്ഷനാണ് നിഫ്റ്റിയിൽ സാധ്യത ഉള്ളത്. നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസും കാര്യങ്ങളാണ്. സോ നിങ്ങളെ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക. ആൻഡ് ഇതിന് മാക്സിമം എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ പരമായിട്ട് ഈ വീഡിയോസിനെ കാണുക. സോ ദിസ് ഇസ് മീ, ആൻഡ് സൈനിങ് ഓഫ്. Thank you.